ബ്യൂട്ടിഫുൾ. ധ്രുവമോൾ വലിയൊരു പാട്ടൊക്കെ പാടിയില്ലേ? ആദ്യമായിട്ടാണ് ഒരാളിങ്ങനെ ഇരുന്ന് ഇവിടെ ക്ലാസിക്കൽ ഇങ്ങനെ പാടുന്നത്. അങ്ങനെ വേണമെന്ന് പറഞ്ഞിരുന്നോ ധ്രുവമോൾ ഇവിടെ? ഇല്ല, സതീശങ്കൾ ചോദിച്ചു, അപ്പൊ ഞാൻ കുഴപ്പമില്ല. ഞാനെന്നാ ഇരുന്ന് പാടാം, നിന്ന് പാടണ്ടല്ലോ വെറുതെ. ഓക്കെ, ചോദിക്കാം നമുക്ക്. ശരത് സർ. മക്കളെ, എന്തോ മോൾ അവിടെ ഇരുന്ന് പാടുന്ന കാണാന് നല്ല ചന്തമായിരുന്നടാ. താങ്ക് യു സർ. ഒരു ചക്കര. താങ്ക് യു. നന്നായിട്ട് പാടി മോളെ, നന്നായിട്ട് പാടി കേട്ടോ. ഇത്
കാര്യം നമ്മള് മോള് കർണാടക സംഗീതം പഠിക്കുന്നുണ്ടോ? പഠിക്കുന്നില്ല. ആ, അവള് തല ഉലുക്കുന്നുണ്ടോ? ഉണ്ടെന്ന് പഠിക്കുന്നുണ്ട് പഠിക്കുന്നതേ എന്ന് ഇല്ല. പറയാമെന്ന്. അവളെ പഠിക്കണം കേട്ടോ. ഞാൻ ഇതിനു വേണ്ടി ഈ ആ അത് മനസ്സിലായി മോളെ. അതുകൊണ്ടല്ലേ ഞാനൊന്നും പറയുന്നില്ലല്ലോ. മോള് നന്നായിട്ട് തന്നെ പാടി. അപ്പൊ ഈ ഓരോ രാഗങ്ങളും നമ്മൾ അത് പാടുന്നതിനുള്ള ഒരു സുഖം അത് നമ്മൾ പഠിച്ചാലല്ലേ അറിയത്തുള്ളൂ, അല്ലേ? പെട്ടെന്നൊരു രാഗം, ഓരോ രാഗത്തിനും അതിൻ്റെതായിട്ടുള്ള രാഗഛായ വരണമെങ്കിൽ അങ്ങനെ പാടിയാലേ പറ്റത്തുള്ളൂ. അത് മോള് പഠിച്ചാലേ പറ്റത്തുള്ളൂ. അപ്പം മോളിത് കേട്ട് പഠിച്ച് അവിടെ താളമൊക്കെ ഇട്ട് പാടുന്ന നല്ല രസമായിരുന്നു കാണാൻ, കേൾക്കാൻ കേട്ടോ. അതിലൊരു ഇന്നസെൻസ് ഉണ്ടായിരുന്നു, അതെനിക്ക് കുറേ ഇഷ്ടമായി കേട്ടോ മോളെ. പക്ഷെ പഠിക്കണം. പഠിക്കുമ്പോഴേ നമുക്ക് ആ രാഗം ഈ രാഗത്തിന് എന്താണ് അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി, ഇത് എങ്ങനെ പാടിയാലാണ് കൂടുതൽ നമ്മളിലേക്ക് എത്തുക എന്നുള്ളത് മോക്ക് മനസ്സിലാവും. അത് ഓരോ രാഗങ്ങളും മോളെ കേട്ടോ. നമുക്ക് ഓരോ ദിവസവും നമുക്ക് പാഠങ്ങളാണ് സംഗീതത്തിനെ കുറിച്ച്. നമുക്കൊക്കെ പുതിയ ടെക്നിക്കുകൾ മനസ്സിലാവും പാടുന്ന കാര്യത്തിലാണ്. നമ്മളെപ്പോഴും പ്രാക്ടീസ് ചെയ്യാൻ പറയുന്നതിൻ്റെ കാര്യം, നമുക്ക് ഇപ്പോൾ ബൃഹ പാടുന്നതിനും അകാരം പാടുന്നതിനും ചിലപ്പോൾ ഒരു ദിവസം നമ്മൾ പാടും, ഇത് യൂസ് ചെയ്യാമല്ലോ, ഇത് കുറേ സ്ട്രെയിൻ ഇല്ലാതെ നമുക്ക് പാടാൻ പറ്റുന്നുള്ളൂ. ആ ടെക്നിക്ക് നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ്, വേറൊരാൾക്ക് പറഞ്ഞു തരാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് പാടാൻ പറയുന്നത്. അപ്പോൾ മോള് പഠിക്കണം കേട്ടോ. അപ്പോൾ പഠിക്കുമ്പോൾ ഈ രാഗങ്ങളാ ഇതങ്ങോട്ട് മോള് വെച്ചങ്ങ് അലക്കും. ഏതാണെങ്കിലും മക്കൾക്ക് ആ രാഗം അറിയുമ്പോൾ നല്ല സുന്ദരമായിട്ട് പാടാൻ പറ്റും കേട്ടോ. പക്ഷെ മോളിത് ഒരു ഡീസൻറ്റ് പെർഫോമൻസ് ആണ് മോള്. നന്നായിട്ട് തന്നെ പാടി കേട്ടോ. നല്ല ഒരു സുഖം ഉണ്ടായിരുന്നു അത് കേൾക്കാൻ. പിന്നെ ഇടയ്ക്കൊക്കെ എനിക്ക് ഞാൻ വിചാരിച്ചു നീ അങ്ങോട്ട് മലന്നങ്ങ് വീണങ്ങ് ഉറങ്ങുമെന്ന്. പാടുന്നതിന്റെ ഇടയിൽ വന്നു ഉറക്കം. ആ വന്നു നിക്കുമ്പോ വെറുതെ പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഉറങ്ങി. അപ്പൊ ഉറക്കം പാറു ഞാൻ വന്നപ്പോ അവള് ഈ ഫ്ലോറിൽ കിടക്കുമായിരുന്നു ഇത് പാടി. പാടി ഉറങ്ങിപ്പോയി വെച്ച്. മക്കളെ എന്തൊക്കെയാലും കൊള്ളായിരുന്നു കേട്ടോ. ഇത് ആരുടെ കൃതിയാണ്? ത്യാഗരാജസ്വാമി. ആ ആരെങ്കിലും അറിഞ്ഞില്ല, അത് മതി. പക്ഷെ നന്നായി. ഇത് ഏത് ഫിലിമിൽ വന്നതാ? ആനന്ദ ഭൈരവി 2007. എന്റെ അമ്മച്ചി. ശരി, പിന്നെ ആരാ പാടിയത്? അർജുൻ ബി കൃഷ്ണ. അർജുൻ ബി കൃഷ്ണ പാടിയതാണ്. കൊള്ളാം മകളെ. അപ്പൊ അത് മോള് പാടിയതിലൊരു നിഷ്കളങ്കമായ എന്തോ ഒരായിട്ട് നമ്മളെ കവർന്നെടുക്കുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ പഠിക്കാം, ഞാൻ അതേ പറയത്തു കേട്ടോ. അപ്പോഴാണ് നമുക്ക് അതിൻ്റെ ലിറിക്കിൻ്റെ മീനിങ്ങും പിന്നെ ഈ രാഗഛായ എങ്ങനെയാണ് പാടേണ്ടതെന്നുള്ളതിനെ പറ്റി നമുക്ക് ഡൂസ് ആൻഡ് ഡോൺസ് മനസ്സിലാവും മോളെ നമ്മൾ പഠിക്കുമ്പോൾ കേട്ടോ. എനിക്ക് ഇഷ്ടമായി മുത്തേ. ലവ് യു. താങ്ക് യു ശരത് സർ. ഹരിച്ചേട്ടാ മോളെ എന്തോ നന്നായിട്ട് പാടി. താങ്ക് യു സർ. പറഞ്ഞാൽ നല്ല രസമായിരുന്നു കണ്ടോണ്ടിരിക്കാനും കേട്ടോണ്ടിരിക്കാനും. എന്തൊരു ഭംഗിയുള്ള ഒരു കൃതി ത്യാഗരാജസ്വാമികളുടെ നീലാംബരി അല്ലേ? നീലാംബരിയിലുള്ളൊരു ഇപ്പോഴും ഒരു താരാട്ടുപാട്ട് പോലെ കേൾക്കാവുന്നൊരു പാട്ടാണ്. നന്നായിട്ട് മോളി എന്താ പറയുക, കർണാട്ടിക് ഒന്നും പഠിക്കാതെ ഇത്ര രസമായിട്ട് പാടിയില്ലേ? വലിയ തെറ്റൊന്നും വരുത്തിയില്ല, ചെറിയ അവിടെ ഇവിടെയൊക്കെ. അത് ഈ നമ്മൾ പഠിച്ചാൽ മാത്രമേ നമുക്കിത് മനസ്സിലാവുള്ളൂ. ഇപ്പൊ ഞാൻ പാടിച്ചാലും മോളത് മനസ്സിലാക്കില്ല. മോക്കത് അതിന്റെ ഡെപ്ത് അറിയണമെങ്കിൽ അത് നന്നായിട്ട് കർണാട്ടിക് അല്ലെങ്കിൽ ഹിന്ദുസ്ഥാനി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പഠിത്തം വന്നു കഴിയുമ്പോഴാണ് നമുക്ക് ആ രാഗത്തിനെ പറ്റി ഒരു നോളജ് വരുന്നത്. പിന്നെ ഉയ്യാല ഒന്ന് പറയാവോ? അതെന്താ ഫസ്റ്റ് ലൈൻ എന്തായിരുന്നു? ഉയ്യാല ഊക വയ്യാന്നാണ് ശരിക്കും, പക്ഷെ പാട്ടില് കേൾക്കുന്ന ഉയ്യാല ലൂക വയ്യാന്ന്. ലൂക വയ്യാന്നാണല്ലോ. ആരാ പറഞ്ഞ ഊക വയ്യാന്ന്? ഇതിൽ എഴുതി വെച്ചേക്കുന്നു ഉയ്യാല ലൂക വയ്യാന്ന് തന്നെ. അതല്ലേ മോളെ, അതാണ് കറക്റ്റ്. ഉയ്യാല ലൂക വയ്യ, ഇത്രേ ഉള്ളൂ കേട്ടോ. പിന്നെന്താ പറയണ്ട മോളെ, ചെറിയ മോളല്ലേ, ഒന്നും പറയാനില്ല. ഒരു ആലാപൊക്കെ പാടിയില്ല, അതിലൊക്കെ നമുക്ക് ചെറിയ പ്രശ്നങ്ങളുണ്ട്. ആ രാഗത്തിൽ നിന്ന് കുറച്ച് വിട്ടൊക്കെ പോകുന്നുണ്ട്. ഇതുപോലെ ഒരുപാട് രാഗങ്ങൾ, ഇപ്പൊ യദുകുല കാമ്പോജി എന്ന് പറയുന്ന ഒരു രാഗമുണ്ട്. അതും ഇതൊക്കെ ഒരുപോലെ ഇരിക്കും കേട്ട് കഴിഞ്ഞാൽ ഒന്ന് ഇങ്ങനെ കേൾക്കുമ്പം. അപ്പൊ ഇതിന്റെ ഡിഫറൻസ് അറിയണമെങ്കിൽ നമ്മളത് പഠിക്കണം. മോളെ അത് ചെറിയ വ്യത്യാസം ഉണ്ടാവത്തുള്ളൂ, അത് അറിയണമെങ്കിൽ പഠിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഭുജഗശായിനോ നമമംഗളം പരമജാനതാപി ഇഹ കീർത്തിതം. ഇത് യദുകുല കമ്പോജിയാ. പക്ഷെ കേൾക്കുമ്പോൾ ഏതാ നീലാംബരി ആണോ എന്നൊക്കെ തോന്നുന്നു നമുക്ക്. അപ്പൊ അലൈഡ് രാഗാസ് ഒരുപാടുണ്ട് മോളെ. അപ്പൊ മോള് പഠിക്കണം കേട്ടോ. കർണാട്ടിക് ഇപ്പോഴേ പഠിച്ചു തുടങ്ങി കഴിഞ്ഞാൽ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമുക്കിതൊക്കെ ആലോചിക്കാതെ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ എന്താ പറയുക, എനിക്ക് അവിടെ മോൾ ഇരുന്ന് പാടിയപ്പോൾ എനിക്ക് പെട്ടെന്ന് അമൃതയിൽ ഞാൻ പണ്ട് പാടിയ രാഗരത്നം എനിക്ക് അതൊക്കെ ഓർമ്മ വന്നത്.
അതുപോലെ ഇതിപ്പം ഫിലിമിൽ പാടിയിരിക്കുന്ന അർജുൻ ബി കൃഷ്ണ, അന്ന് രാഗരത്നത്തിൽ എൻ്റെ കൂടെ ഫസ്റ്റ് കിട്ടിയ അർജുനായിരുന്നു. അർജുൻ വെരി ടാലൻറ്റഡ് സിംഗർ, ട്രിവാൻഡ്രംകാരനാണ്. അപ്പോൾ അർജുനെ ഈ ഒരു സമയത്ത് ഞാനന്ന് അപ്രീഷിയേറ്റ് ചെയ്യണം. ആ പടത്തിലെ എല്ലാ പാട്ടുകളും അർജുനാണ് പാടിയത്, ആനന്ദഭൈരവിയിൽ. അപ്പോൾ എന്തായാലും എനിക്ക് അങ്ങനെ കുറെ ഓർമ്മകൾ പെട്ടെന്ന് മോൾ അവിടെ ഇരുന്ന് പാടിയപ്പം കിട്ടി. എനിവേ മോളെ, നല്ല പെർഫോമൻസ് കേട്ടോ. ഓൾ ദി ബെസ്റ്റ്, ഓൾ ദി വെരി ബെസ്റ്റ്. ആൻഡ് ഓർക്കസ്ട്ര അവർ വളരെ ലിമിറ്റ് ചെയ്ത് എന്താ പറയുക, അത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് ബാക്ക് ചെയ്തു. പാജു ചേട്ടനും പിന്നെ നമ്മുടെ ഫ്ലൂട്ട് രാജേഷ് ചേട്ടാ ഭംഗിയായിട്ട് വായിച്ചു, സൂപ്പറായിരുന്നു. രാജേഷ് ഇന്നാണ് എനിക്ക് വായിച്ച് ഇഷ്ടപ്പെട്ടത്. ഗംഭീരായിരുന്നു, സൂപ്പർ മോളെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഹരിച്ചേട്ടാ. ചേച്ചി ധ്രുവക്കുട്ടി, എന്തോ ചക്കരക്കുട്ടി, എന്തോ നന്നായി പാടി. താങ്ക് യു മാം. അതായത് ഉറക്കം വരുന്നു എന്നൊക്കെ പറഞ്ഞ് ഈ പാട്ട് കേൾക്കുമ്പോഴും പാടുമ്പോഴും ഒക്കെ നമുക്ക് എക്സാം ഹാളിൽ പോയിട്ട് ഇത് പാടി കൊടുക്കാം. അപ്പൊ എല്ലാരും കിടന്നുറങ്ങും. എല്ലാരും ഉറങ്ങട്ടെ. എന്താ, നല്ല ഐഡിയ അല്ലേ? അല്ല, സ്വന്തം ഉറങ്ങി പോവോ? ചിലപ്പോ അത് പറ്റില്ല. സത്യം പറഞ്ഞു. നല്ല പാട്ടാ മോളെ. ഞാൻ അർജുന്റെ പാട്ട് ഒരുപാട് ആ സമയത്ത്, ആ പടത്തിലെ എല്ലാ പാട്ടുകളും അർജുനാ പാടിയത്. എന്ത് ഭംഗിയായിട്ടാ പാടിയെന്ന് പറയാം. ആ സമയത്ത് ഇത്രയും കുഞ്ഞു കുട്ടി എത്രയോ മനോഹരമായിട്ടുള്ള കൃതികളും ക്ലാസിക്കലൊക്കെ, ശരിക്കും ഫാന്റാസ്റ്റിക് സിംഗർ ആ കുട്ടി. അർജുൻ വലിയൊരു കൈയടി. നമ്മുടെ ഇവിടത്തെ കുട്ടിയാണ് അർജുൻ, അമൃതയുടെ. അതെ. അപ്പം അങ്ങനെ ഒരു പ്രോജക്റ്റ്, ഇത് ശരിക്കും ഒരു മ്യൂസിക്കൽ പടമായിരുന്നു. ഈ പടം കണ്ടിട്ടുണ്ടോ? ആ കുട്ടി ഇരുന്ന് അഭിനയിക്കുന്നൊക്കെ കണ്ടിട്ടുണ്ടോ? ഇങ്ങനെയൊക്കെ ആ വെട്ടിക്കലൊക്കെ ഭയങ്കര ക്യൂട്ടാ അതില് പാടുന്ന അഭിനയിക്കുന്ന കുട്ടി. അതും ആ കുട്ടിക്കും ഒരു വലിയ കൈഡി കൊടുക്കണം. കാരണം ഇത്തരത്തിലുള്ള പാട്ട് അറിയാണ്ട് പോലും നമ്മൾ അതിനെ അഭിനയിക്കുക എന്ന് പറയുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. നല്ല പിക്ചർ, ശരിക്കും ഒരു കുട്ടികളുടെ പടം. കണ്ടോ മോള്? ഫിലിം കണ്ടോ? കണ്ടു. ഞാൻ ഇഷ്ടപ്പെട്ടോ? കണ്ടു, ചെറിയൊരു ഭാഗം. ചെറിയൊരു ഭാഗം. അത് ഏത് ഭാഗമായിരുന്നു അത്? ഈ പാട്ടുള്ള ഈ പാട്ടിന്റെ സീന്. ഈ പാട്ടിന് മുമ്പിലും പറയാലും ഉള്ളത് അല്ലല്ല, ഈ കുട്ടി ഇരുന്ന് പാടുന്നത്. ഓ, എന്റെ ചക്കര മനോഹരമായിട്ട് പാടി. നമുക്ക് ശരിക്കും ഇങ്ങനെ ഇരുന്ന് പാടുന്നത് കാണുമ്പോ ഒരു ഐശ്വര്യമുണ്ട്. നല്ല ക്യൂട്ട് കുയ് ശബ്ദത്തില് കുയ്യാല. ആഹാ, നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ, ഭംഗിയായി, എല്ലാം കൊണ്ടും മനോഹരമായി. ഒരുപാട് ഇഷ്ടപ്പെട്ടു. എനിക്കിത് കേട്ടപ്പോ, ഈ രാഗം അല്ലെങ്കിൽ പോലും എനിക്ക് ഓർമ്മ വന്നത്, ഞാനൊരു താരാട്ട് പാട്ട്, അതായത് 2003 ആ സമയത്ത് നാട്ടിൽ വന്ന സമയത്ത് ആദ്യമായിട്ട് കോളേജ് പഠിക്കുന്ന സമയത്ത് ഒരു താരാട്ട് പാട്ട് പാടാൻ പോയി. അത് ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന എൻ്റെ സംഗീത സംവിധായകനായ ശ്രീ ബാലഭാസ്കർ, അദ്ദേഹത്തിന്റെ സംഗീതത്തിലുള്ള ഒരു പാട്ടാണ്. ഞാൻ ബാലുചേട്ടന് വേണ്ടിയിട്ട് കുറേ പാട്ടുകൾ പാടിയിട്ടുണ്ട്. അപ്പം ഈ കോളേജ് പഠന സമയത്ത് കോളേജിൽ പോവും, തിരിച്ചു വരും, അന്ന് വൈകിട്ടൊരു റെക്കോർഡിംഗ് ഉണ്ടാവും. അപ്പം ബാലുചേട്ടൻ്റെ റെക്കോർഡിങ്ങാണ്. അപ്പം അങ്ങനെ ഒരുപാട് പാട്ടുകൾ. അപ്പം എനിക്ക് ആസ് എ സിംഗർ ഒരുപാട് പ്രാക്ടീസ്, ഈ സംഗതികൾ പാടാനും ഇംപ്രൊവൈസ് ചെയ്യാനും ഒക്കെയുള്ള ഒരു പ്രാക്ടീസ് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. കാരണം റെക്കോർഡിംഗ് തിയേറ്ററിൽ അദ്ദേഹം ഈ ലേബർ റൂമിലൊക്കെ നിൽക്കുന്ന മാതിരിയാണ്, പ്രാളം പിടിച്ചിങ്ങനെ ഓടി വയലിനും കൊണ്ട് ഒരു സംഗതി പറയും, ഇത് പാടും, ഓക്കെ അപ്പോൾ അത് പാടും, പിന്നെ വേറെ സംഗതി, അങ്ങനെ. അപ്പം എനിക്ക് ഓർമ്മ വന്നത് ബാലുചേട്ടൻ്റെ ഒരു പാട്ടാണ്, മോക്ഷം എന്ന് പറഞ്ഞ പടത്തിൽ ഒരു ബ്യൂട്ടിഫുൾ ഒരു താരാട്ട് പാട്ട് അദ്ദേഹത്തിന്റെ സംഗീതത്തിൽ. ഞാൻ തുടക്കം ആ സമയത്താണ് പാടുന്നത്. അപ്പൊ എനിക്ക് അതിന്റെ ഒരു 2 ലൈൻസ് പാടാം. ഇത് ഈ മോളിത് പാടി കേട്ടപ്പോ എനിക്ക് അതിലോട്ട് പോയി. എനിക്ക് ബാലുചേട്ടന് ഓർമ്മ വന്നു. ബാലുചേട്ടനും നമ്മുടെ സൂപ്പർ സ്റ്റാറിന്റെ സ്വന്തം ആളായിരുന്നല്ലോ, നമ്മുടെ പ്രിയപ്പെട്ട ബാലഭാസ്കർ. നമ്മളോടൊപ്പം ഇല്ല, എന്നാലും അദ്ദേഹത്തിന്റെ സംഗീതം എപ്പോഴും എനിക്ക് പാടാൻ പറ്റി എന്നുള്ളതിന്റെ ഒരു വലിയ സന്തോഷം ഉള്ളിലുണ്ട്. ഒരുപാട് ഗാനങ്ങൾ. അപ്പൊ ഈ ഒരു പാട്ട് ഞാൻ അദ്ദേഹത്തിന് ഓർത്തുകൊണ്ട് തന്നെ പാടുന്നു. മയ്യണിക്കണ്ണേ ഉറങ്ങുറങ്ങ്, മഞ്ചാടി മുത്തേ ഉറങ്ങുറങ്ങ്, മയ്യണിക്കണ്ണിലെ മഞ്ചുന്ന മഞ്ചാടി കൃഷ്ണമണിയേ ഉറങ്ങുറങ്ങ്, ഉറങ്ങുറങ്ങ്, മയ്യണിക്കണ്ണേ ഉറങ്ങുറങ്ങ്, മഞ്ചാടി മുത്തേ ഉറങ്ങുറങ്ങ്, മയ്യണിക്കണ്ണിലെ മഞ്ചുന്ന മഞ്ചാടി കൃഷ്ണമണിയേ ഉറങ്ങുറങ്ങ്, ഉറങ്ങുറങ്ങ്,
ബ്യൂട്ടിഫുൾ, സൂപ്പർ. ഉറങ്ങാം. ഉറങ്ങി. അത് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഈ കുട്ടിക്ക് ഒരുപാട് നന്ദി. ഇങ്ങനെ ഒരു പാട്ട് കൊണ്ടുവന്ന് ഒരു താരാട്ടിലേക്ക് കൊണ്ടുപോയത്, എനിക്കൊരു താരാട്ട് ഫീൽ ഞാൻ എൻ്റെ ഓർമ്മയിലേക്ക് പോയി. താങ്ക് യു മോളു, നന്നായി പാടിട്ടോ. താങ്ക് യു. താങ്ക് യു ചേച്ചി, താങ്ക് യു. ആ പിന്നെ എനിക്ക് ഈ പാട്ടിലെ താളം ഈ താളം എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ ഞാനിവിടെ വന്നേ പിന്നെ ഓർക്കസ്ട്ര പ്രാക്ടീസ് ഒക്കെ ചെയ്തപ്പോഴത്തേനും അപ്പൊ ഒന്നും എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു, കറക്റ്റ് താളത്തിലൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പൊ നമ്മുടെ എല്ലാ ഓർക്കസ്ട്ര അങ്കിൾസും പിന്നെ ഗ്രൂമേഴ്സുമാണ്, രുചി മാം രൂപേഷ് സാറാണ് ഹെൽപ്പ് ചെയ്തത് ഇങ്ങനെ കറക്റ്റ് താളത്തിൽ വീഴാനായിട്ട്. വെരി ഗുഡ്, വെരി ഗുഡ് ഗേൾ. അസാദ് പാടാ മോളെ. അത് 5/8-ലല്ലേ പോകുന്നത്? ഇങ്ങനെയാ പോകുന്നത്. അപ്പൊ അത് ഈ പ്രായത്തിൽ കിട്ടാൻ പാടാ. അപ്പൊ അവര് ഹെൽപ്പ് ചെയ്തതിന് അവർക്കൊരു അതെ, കൈയ്യടി. ഗ്രൂമേഴ്സ്. പഠിച്ചത്. വെരി ഗുഡ്. ഓക്കെ. അപ്പൊ ഇനി മാർക്സ്. മാർക്സ് വെക്കാം. ചേച്ചി ചക്കരക്കുട്ടി, എന്തോ ധ്രുവ മോൾക്ക് 8.7. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. ശരത് സർ? ധ്രുവ മോൾക്ക് 8.6. താങ്ക് യു സർ. ഹരിച്ചേട്ടാ? മാർക്സ്. Okay. So total 17.3. Okay, all the best.